കേരള കോൺഗ്രസ് എമ്മിന് ഒത്ത എതിരാളി മോൻസ് ജോസഫ് തന്നെയാണ്. കൃത്യമായ കാര്യങ്ങൾ നടപ്പിലാക്കാൻ മോൻസ് ജോസഫിൻ്റെ രാഷ്ട്രീയ പാടവം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സ്വതേ സംസാരം കുറവാണ്, പ്രവൃത്തി കൂടുതലും. അതാണ് അദ്ദേഹത്തിനെ വേറിട്ട വ്യക്തിത്വമാക്കി മാറ്റുന്നത്. ജോസ് കെ മാണിക്കും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് എമ്മിലെ അദ്ദേഹത്തിൻ്റെ പിണിയാളുകൾക്കും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് മോൻസ് ജോസഫ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ ഫ്രാൻസിസ് ജോർജിൻ്റെ മിന്നുന്ന വിജയത്തിൽ കൃത്യമായി എണ്ണയിട്ട യന്ത്രം പോലെ UDF പ്രവർത്തകർക്ക് കാര്യമായി പ്രവർത്തിക്കാനും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാനും മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു കടുത്തുരുത്തിയിലെ ഈ MLA. ജോസഫ് ഗ്രൂപ്പിൻ്റെ ചെയർമാനായി മോൻസ് ജോസഫ് ഉയരും എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഫ്രാൻസിസ് ജോർജിനേക്കാൾ തഴക്കവും പഴക്കവും ഉണ്ടോ എന്ന ചോദ്യം പലരും ചോദിക്കുമ്പോൾ പാർട്ടിയിൽ ഒരിക്കലും ജോസഫിനെ കൈവിടാതെ കൂടെ നിന്ന ആൾ എന്നത് തന്നെയാണ്. അപ്പോൾ പലരും ചോദിക്കുന്നു, PJ ജോസഫിൻ്റെ മകൻ അപ്പുവോ? അദ്ദേഹത്തിനെയല്ലേ ചെയർമാൻ സ്ഥാനം ഏൽപ്പിക്കേണ്ടത്? എന്നാൽ അപ്പു തന്നെ ഈ കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. പാർട്ടിയുടെ ചെയർമാൻ സ്ഥാനം PJ ജോസഫ് തന്നെ തീരുമാനിക്കേണ്ടതാണ്. അതുമാത്രമല്ല, മുതിർന്ന നിരവധിയായ നേതാക്കളും അതിനകത്തുണ്ട്. മോൻസ് ജോസഫ് അഹോരാത്രം പണിപ്പെട്ടാണ് കൃത്യമായും ആ പാർട്ടിക്ക് ഇന്ന് ഈ നിലയിൽ ഭദ്രമായ അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നത്. ജോസഫ് ഗ്രൂപ്പിന് ഇത്രയധികം പ്രബല ശക്തി കോട്ടയത്ത് ഉണ്ടാക്കി കൊടുക്കുന്നതിൽ കടുത്തുരുത്തി MLAക്ക് ഗണ്യമായൊരു പങ്കുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. വാസ്തവത്തിൽ ജോസ് മോൻ്റെ അധീരതയിൽ ഉണ്ടായിരുന്ന പാലയും അതുപോലെ തന്നെ കോട്ടയം ലോക്സഭാ മണ്ഡലവുമൊക്കെ ഇടിഞ്ഞ് നാമാവിശേഷമായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ജോസ് കെ മാണി കോട്ടയത്ത് നിന്നാൽ കെട്ടിവെച്ച കാശ് കിട്ടുമെന്ന് തോന്നാത്ത വിധത്തിലേക്കാണ് രാഷ്ട്രീയ സാഹചര്യം. CPIM-ഉം കൈയൊഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ്. CPIM-ൽ തന്നെ പിളർപ്പ് അതിരൂക്ഷമായി കഴിഞ്ഞിരിക്കുന്നു കോട്ടയത്തും ഇടുക്കിയിലും. അതിനിടയിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ പരാതി പരിഹരിക്കാൻ സമയമില്ല എന്നാണ് CPIM കൃത്യമായി ഉപദേശം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന എന്ത് നിർദ്ദേശം വേണമെങ്കിലും മുന്നോട്ട് വെച്ചോളൂ, ഞങ്ങൾ മുന്നണിയിൽ പരിഗണിക്കാം എന്നത് മാത്രമാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ജോസ് കെ മാണിക്ക് വേണ്ടി പാലായിൽ ഇടതുപക്ഷം നടത്തിയ ഒരു വെട്ടിനിരത്തലുണ്ട്. അതിൻ്റെ ഇരയാവാൻ മനസ്സില്ലാതെ ജനങ്ങളെ വിശ്വാസത്തോടെ എടുത്താണ് അവിടെ മാണി C കാപ്പൻ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറിയത്. വാസ്തവത്തിൽ ജോസ് കെ മാണിക്ക് അന്ന് തുടങ്ങിയതാണ് കണ്ടകശനി. ഇനി ആ പാർട്ടി അസ്തമിച്ച് അസ്ഥികൂടമാകുന്നത് വരെ ഇതുതന്നെയായിരിക്കും അവസ്ഥയെന്ന് ജോസ് മോനോട് അടുത്ത അനുയായികളും ഓതി തുടങ്ങിയെന്നാണ് കേൾവി. ഏതായാലും പുരയ്ക്ക് തീ കത്തും മുമ്പേ റോഷി അഗസ്റ്റിൻ മുന്നണി വിടാനാണ് ഒരുങ്ങി നിൽക്കുന്നത്. അതായത് ഏത് നിലയ്ക്കും സ്വന്തം പാർട്ടി തകർന്ന് തരിപ്പണമായാൽ വാസ്തവത്തിൽ ആരും നിന്നിട്ട് കാര്യമില്ലല്ലോ. മുങ്ങിത്താഴുന്നതിന് മുമ്പ് രക്ഷപ്പെടാനുള്ള കച്ചിത്തുരുമ്പായി UDF പാളയത്തിലേക്ക് തിരികെ ജോസഫ് ഗ്രൂപ്പിലേക്ക് എത്താൻ അതിന് മാത്രമാണ് റോഷി അഗസ്റ്റിൻ്റെ ഇപ്പോഴത്തെ ശ്രമം. കാരണം അദ്ദേഹത്തിനറിയാം, വ്യക്തിബന്ധങ്ങൾ എന്നത് പറഞ്ഞുകൊണ്ട് ഇരുന്നാൽ അവസാനം വീട്ടിയിരിക്കത്തേ ഉള്ളൂ.